ഹലോ ഗൈസ്, എല്ലാവർക്കും UIUX ഡിസൈൻ ബൂട്ട് ക്യാമ്പിന്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ടൈപ്പോഗ്രഫിയെ പറ്റിയാണ്. എന്താണ് ടൈപ്പോഗ്രഫി, എന്തൊക്കെ സ്റ്റൈൽ ഉണ്ട് ടൈപ്പോഗ്രഫിയിൽ, നിങ്ങൾക്ക് എവിടെ നിന്ന് ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം, എവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊമേഴ്ഷ്യൽ യൂസിന് ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന 2 ഫോണ്ടിൻ്റെ വെബ്സൈറ്റ് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് UIUX ഡിസൈൻ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതൊരു കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ ഒരു ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ് പറ്റിയൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. ദ നെയിം ഈസ് മാധവ്. വെൽക്കം ടു UIUX ഡിസൈൻ ബൂട്ട് ക്യാമ്പ്. അപ്പോൾ ടൈപ്പോഗ്രഫിയിൽ മെയിനായിട്ട് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോണ്ട് സ്റ്റൈലുകളാണുള്ളത്. ഒരെണ്ണം സെറീഫും മറ്റൊരെണ്ണം സാൻസ് സെറീഫും. അപ്പോൾ നമുക്ക് എന്താണ് സെറീഫ് എന്ന് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ സെറീഫ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ന്യൂസ് പേപ്പറിൽ, മാഗസീൻസിൽ, ബുക്സിൽ, അതുപോലെ തന്നെ ഈ ലാർജ് ടെക്സ്റ്റ് ഹെഡ്ലൈൻസ് ഒക്കെ ഇല്ലേ, അതിലൊക്കെയാണ് മെയിനായിട്ട് സെറീഫ് ഫോണ്ട് യൂസ് ചെയ്യുക. അപ്പോൾ അത് സെറീഫ് എന്താണ് റെപ്രസെൻ്റ് ചെയ്യണമെന്ന് ഇതിൽ നിങ്ങൾക്ക് കാണാം. ക്ലാസിക്, ഫോർമൽ, എലഗൻറ്റ് ആൻഡ് കോൺഫിഡൻ്റ് ആണ് സെറീഫ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് ഇത് ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഒരു സെറീഫ് ഫോണ്ടിലാണ്. അപ്പോൾ സെറീഫ് ഫോണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഡ്ജസിൽ ഇങ്ങനെ ഒരു ഷാർപ്പ് ആയിട്ട് അവരുടെ സ്ട്രോക്ക് ഇങ്ങനെ ഒരു ഷാർപ്പ് എഡ്ജസ് ആണ് അവർക്ക് സെറീഫ് ഫോണ്ടിന് കാണാം. നമുക്ക് അടുത്തത് സാൻസ് സെറീഫിൽ പോകാം. സാൻസ് സെറീഫ് എന്ന് പറയുമ്പോൾ അവർക്ക് അത്ര ഷാർപ്പ് എഡ്ജസ് ഉണ്ടാവില്ല, ഫ്ലാറ്റ് ആവും. അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെബ്സൈറ്റ്സിൽ, അതുപോലെ തന്നെ സ്മോൾ ടെക്സ്റ്റ്, അതായത് ഒരു ഹെഡിങ്ങിൻ്റെ സബ് ടെക്സ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ, അതിനാണ് സാൻസ് സെറീഫ് മെയിനായിട്ട് യൂസ് ചെയ്യുക. സാൻസ് സെറീഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മോഡേൺ, ഡയറക്റ്റ്, സിമ്പിൾ ആൻഡ് മിനിമൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ക്രീനിൽ ഞാൻ യൂസ് ചെയ്തത് സാൻസ് സെറീഫ് ഒരു ഫോണ്ടാണ്. ഏരിയലാണ് ഈ ഫോണ്ട്. ഏരിയയിൽ നിങ്ങളൊരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നിങ്ങളൊരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ എന്ത് ഒരു ടൈപ്പ് ചെയ്താലും ഫസ്റ്റ് ഏരിയൽ എന്ന് പറഞ്ഞിട്ടൊരു ഫോണ്ടാണ് വന്ന് കിടക്കുക. എല്ലാവരുടെ കമ്പ്യൂട്ടറിലും ഏരിയൽ എന്ന് പറഞ്ഞൊരു ഫോണ്ട് ഉണ്ടാവും. പെട്ടെന്ന് അവരുടെ ഒരു ഡിഫറൻസ് കാണിച്ചു തരാം. സോ ഇതാണ് സെറീഫ്, ഇതാണ് സാൻസ് സെറീഫ്. നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണമെങ്കിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാതെ സെറീഫ് എവിടെയാണ് യൂസ് ചെയ്യുക, സാൻസ് സെറീഫ് എവിടെയാണ് യൂസ് ചെയ്യുക. സോ നിങ്ങളിനി ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ബേസിസിൽ ഡിസൈൻ ഉണ്ടാക്കുക. പിന്നെ നിർബന്ധമൊന്നുമില്ല സെറീഫ് ലാർജ് ടെക്സ്റ്റിന് തന്നെ ഉപയോഗിക്കണമെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാൻസ് സെറീഫും യൂസ് ചെയ്യാം. പക്ഷേ കണ്ടൻറ്റ് വരുമ്പോൾ സെറീഫിനേക്കാളും കൂടുതൽ സാൻസ് സെറീഫാണ് ഇത്രയും കൂടി റീഡബിലിറ്റി ഉള്ളത്. സോ ഞാൻ മെയിനായിട്ട് സാൻസ് സെറീഫാണ് യൂസ് ചെയ്യാറുള്ളത് കൂടുതൽ. അപ്പോൾ ഈ ആപ്പിൾ എന്ന് പറയുന്ന ഒരു കമ്പനി യൂസ് ചെയ്യണ ഒരു ഫോണ്ടാണ് സാൻ ഫ്രാൻസിസ്കോ, SF ഫോണ്ട് എന്നൊക്കെ പറയും. അപ്പം ഇതിൻ്റെ ടൈറ്റിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സെറീഫ് ഫോണ്ടാണ്. സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്നത് ഒരു സാൻസ് സെറീഫ് ഫോണ്ടാണ് ആപ്പിളുകാർ യൂസ് ചെയ്യണ. അവർക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോണ്ട് ഉണ്ട്. അതായത് SF ഫോണ്ട് പല ടൈപ്പിലുണ്ട്. SF Pro, SF കോമ്പാക്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സോ ഞാൻ കാണിച്ചു തരാം ആപ്പിളിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോണ്ടുകൾ. സോ അവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് SF Pro, അത് tvOS, അതുപോലെ തന്നെ iOS, macOSൽ മാത്രം യൂസ് ചെയ്യണ ഒരു ഫോണ്ടാണ് SF Pro എന്ന് പറയുന്നത്. അതുപോലെ തന്നെ SF കോമ്പാക്റ്റ് എന്ന് പറയുന്നത് അവരുടെ ആപ്പിൾ സീരീസിൻ്റെ വാച്ചസിൽ യൂസ് ചെയ്യുന്നതാണ്. WatchOSൽ യൂസ് ചെയ്യുന്നതാണ് SF കോമ്പാക്റ്റ്. അതുപോലെ തന്നെ SF മോണോ ഉണ്ട്, അതുപോലെ തന്നെ ന്യൂയോർക്ക് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളൊരു ആപ്പിൾ ആപ്ലിക്കേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഫോണ്ട് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. അടുത്ത നമുക്ക് ആൻഡ്രോയിഡ് എന്ത് ഫോണ്ടാണ് യൂസ് ചെയ്യണമെന്ന് നോക്കാം. ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നത് റോബോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫോണ്ടാണ്. ഇതൊരു ഫ്രീ ഫോണ്ടാണ്, ഗൂഗിൾ ഫോൺസിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന 2 വെബ്സൈറ്റിനെ പറ്റി പറഞ്ഞു അല്ലേ. അപ്പോൾ ഒന്ന് ഗൂഗിൾ ഫോൺസും ഒരെണ്ണം DA ഫോൺസ് ആണ്. അപ്പോൾ ഇതാണ് ഗൂഗിൾ ഫോൺസ്. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒട്ടുമിക്ക എല്ലാ ഫോണ്ടും ഫ്രീ ആണ്, നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ യൂസ് ചെയ്യാം. പിന്നെ അടുത്തെന്ന് പറയുന്നത് DA ഫോണ്ടാണ്. ഇതിൽ എല്ലാം ഫ്രീ അല്ല, പക്ഷേ ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫോണ്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ കൊമേഴ്ഷ്യൽ യൂസ് ചെയ്യണമെങ്കിൽ ഇത് ബൈ ചെയ്യണം. ഇതിലൊരു ഹ്യൂജ് കളക്ഷൻ ഉണ്ട്, പക്ഷേ എല്ലാം ഫ്രീ അല്ല, അതാണൊരു ചെറിയ പ്രോബ്ലം. പക്ഷേ നിങ്ങൾക്ക് പേഴ്സണൽ യൂസിനാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയി യൂസ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് ബൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ
നിങ്ങളിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റ് ചെയ്യാണ്, നിങ്ങളുടെ കസ്റ്റമറിന് ഈ ഫോണ്ട് കാണിച്ചു കൊടുക്കുകയാണ്, ഈ ഫോണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ ഫോണ്ട് വാങ്ങാൻ അഫോർഡബിൾ ആണോ എന്ന് ചോദിക്കുക ആദ്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതൊരു ഫോണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഇവിടെ ബൈ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഉണ്ടാവും, കണ്ട, പ്ലീസ് കോൺടാക്ട് മീ ബിഫോർ എനി യൂസ് കൊമേഴ്ഷ്യൽ യൂസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് ബൈ ചെയ്യാനുള്ള ഒരു ലിങ്കും ഉണ്ട്. സോ നിങ്ങൾക്കത് പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്താണ് ടൈപ്പോഗ്രാഫി എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.